ഹായ് ഗൈസ്, നമ്മൾ കളിക്കാൻ വന്ന റൈവൽസിൻ്റെ പാർട്ട് 2 ആണ്. അപ്പോൾ നമുക്ക് പാർട്ട് 2 അല്ല, പാർട്ട് 3 ആണ് ഗൈസ്. അപ്പോൾ നമുക്ക് നേരെ ഗെയിം പ്ലേയിലോട്ട് പോകാം ഗൈസ്. അപ്പോൾ നമുക്ക് റൈവൽസിൻ്റെ ഇത് പാർട്ട് 3 ആണ്. അപ്പോൾ പാർട്ട് 2 വന്നാൽ കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണുക. നമ്മളപ്പോൾ പുത്തനൊരു ഗണ്ണ് മേടിച്ചായിരുന്നു. അതേ ഗൈസ്, ക്രോസ് ബോ. നമ്മൾ ക്രോസ് ബോ മേടിച്ചിട്ടുണ്ടായിരുന്നു. ഇത് കഴിഞ്ഞ വീഡിയോയിൽ ഉണ്ടായിരുന്നോന്ന് എനിക്കറിയത്തില്ല, ഞാൻ റെക്കോർഡ് ചെയ്തായിരുന്നോന്ന് എനിക്കറിയത്തില്ല. നമ്മളുമായിട്ട് ആരും വരത്തില്ല. ഇവനൊന്ന് വരുമായിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. കേസ് ഒരു 36 ലെവലിൽ വന്നിട്ടുണ്ട്. നമ്മൾ എന്തായാലും അവനെ കൊല്ലും കേസ്. അരേനയാണ്, നമ്മൾ അരേന മാപ്പാണ് സെലക്ട് ചെയ്തേക്കുന്നത്. കേസ് നമുക്ക് എന്തായാലും ക്രോസ് ബോ എടുക്കാം. കേസ് നമ്മൾ ക്രോസ് ബോ എടുത്തു. ഞാൻ ഇതുവരെ ക്രോസ് ബോ ഉപയോഗിച്ചിട്ടില്ല. ഇങ്ങനെയാണ് ക്രോസ് ബോർഡ് ഇരിക്കുന്നത്. ഓ, ക്രോസ് ബോ കൊള്ളാം ഗൈസ്. ഫസ്റ്റ് ഉപയോഗിച്ചപ്പോൾ തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷേ ഒരു പ്രശ്നമുണ്ട്, എനിക്ക് ഉപയോഗിക്കാൻ അറിയത്തില്ല. അതാണ് മെയിൻ പ്രശ്നം. നമ്മളെ കൊന്നു ഗൈസ്. എനിക്ക് ഉപയോഗിക്കാൻ നമുക്ക് ഫ്ലെയർ ഗണ്ണ് മാറ്റി ഒരു ഷോർട്ട് ഗൺ ആക്കാം. നമുക്ക് ഫ്ലെയർ ഗണ്ണ് മാറ്റിയിട്ട് ഒരു ഷോർട്ട് ഗൺ എടുക്കാം. ഹാൻഡ് ഗൺ എടുക്കാം. നമ്മൾ ഹാൻഡ് ഗൺ എടുത്തു. അവനെന്തോ പറഞ്ഞല്ലോ, അവൻ്റെ പേരെനിക്കറിയത്തില്ല. അപ്പം അവൻ ഏതാണ് നമ്മൾ നമ്മളവൻ്റെ ഹെഡ് ഷോട്ട് അടിച്ചു ഗൈസ്. ഇവൻ്റെ പേരെന്താണെന്ന് എനിക്കറിയത്തില്ല ഗൈസ്. അവനൊരു PC പ്ലെയറാണ് ഗൈസ്. എന്നിട്ടാണ് നമ്മളവൻ കൊല്ലുന്നത് ഗൈസ്. സൗണ്ട് വരട്ടെ. ഇത് സ്നൈപ്പർ പോലെയാണ് ഗൈസ്. ഇത് സ്നൈപ്പർ പോലെ. അയ്യോ ഗൈസ്, ലേറ്റ് ആയിപ്പോയി. അയ്യോ ഗൈസ്, നമ്മളിപ്പോൾ കൊല്ലും ഗൈസ്. അയ്യോ പുറകിൽ. ഓ ഗൈസ്, നമ്മളെ കൊന്നു ഗൈസ്. 2-1 ഗൈസ്. 2-1 ഗൈസ്. 2-1 ഗൈസ്. എങ്ങനെയെങ്കിലും അവരെ കൊല്ലണം ഗൈസ്, എങ്ങനെയെങ്കിലും ഗൈസ്. അടുത്ത് വരുവാണെങ്കിൽ നമുക്കിനി ചെയിൻസോ ഉപയോഗിക്കാം ഗൈസ്. അടുത്ത് വരുവാണെങ്കിൽ നമുക്ക് ചെയിൻസോ ഉപയോഗിച്ചാൽ മതി ഗൈസ്. അടുത്ത് വരുവാണെങ്കിൽ ചെയിൻസോ ഉപയോഗിച്ചാൽ മതി ഗൈസ്. ചെയിൻസോ അടിപൊളിയായത് ഗൈസ്. എനിക്ക് ചെയിൻസോ ഇഷ്ടമാണ് ഗൈസ്. അടുത്ത് വരുമോ ഗൈസ്? ലൈക്ക് സബ്സ്ക്രൈബൊക്കെ ചെയ്യണം ഗൈസ്. നിങ്ങൾ മറക്കല്ലേ ലൈക്ക് സബ്സ്ക്രൈബും ചെയ്യാൻ. അയ്യോ, അവൻ്റെ ഇരിക്കുന്ന ഏതോ അടിപൊളി ഗണ്ണാണ് ഗൈസ്. ഗൈസ് ബെൽ ബട്ടൺ അമർത്തണം ഗൈസ് നിങ്ങൾ. അയ്യോ അയ്യോ, പ്രതി വന്നിരിക്കുന്നു ഗൈസ്. അയ്യോ, സാധനങ്ങളിപ്പോൾ കൊല്ലും ഗൈസ്. നമ്മളങ്ങനെ വിട്ടു കൊടുക്കല്ലേ. പുറകെ വരുന്നു ഗൈസ്. ഗൈസ് നമ്മളങ്ങനെ നെട്ടാക്കിയിട്ടുണ്ട് ഗൈസ്. 2-2 ഗൈസ്. പ്ലീസ് നിങ്ങൾ ലൈക്ക് ഷെയർ ഒന്നും ചെയ്യാൻ മറക്കരുത്. ബെൽ ബട്ടണൊക്കെ അമർത്തണം ഗൈസ്. എന്നിട്ട് നിങ്ങൾ എന്നെ ബ്ലോക്സ് റൂട്ട് കളിക്കുന്നവരാണെങ്കിൽ ഗീവ് വേണ്ട, അതിൽ പങ്കെടുക്കാൻ മറക്കല്ലേ. ബ്ലോക്ക് റൂട്ടിൻ്റെ ഒരു കിടുക്കം ഗീവയാണ്. T-Rex റൂട്ടാണ്. നമ്മൾ റോൾ ചെയ്തു അപ്പം തന്നെ നമ്മൾ ഗീവ് തീരുമാനിച്ചു. റോൾ ചെയ്ത് കിട്ടി. അപ്പോൾ നിങ്ങൾ ആ വീഡിയോ പോയി കാണണം, എന്നാലും നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ ഗീവയിൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ, എന്തൊക്കെ ചെയ്താണ് നിങ്ങൾക്ക് ഗീവയിൽ പങ്കെടുക്കാൻ പറ്റുക എന്നൊക്കെ. ആ വീഡിയോ പോയി കാണുക. അപ്പം കേസ് നമ്മളവനെ ഒറ്റ ഷോട്ട്, ഈ ക്രോസ് ബോ വെച്ചാൽ ഒറ്റ ഷോട്ട് കേസ്. 3-2 ഗൈസ്. 2 പോയിൻറ്റോടെ നമുക്ക് കിട്ടുവാണെങ്കിൽ ഗൈസ് നമ്മൾ ജയിക്കും ഗൈസ്. പക്ഷേ എനിക്ക് ക്രോസ് ബോ ഇഷ്ടപ്പെട്ടു. അടിപൊളിയാണ് ക്രോസ് ബോ. അപ്പോൾ എന്തായാലും ഗൈസ് അവൻ ഇതെടുത്ത് ഗൈസ്, ബോ. അത് സൗണ്ട് കേൾക്കാം. ബോ എടുത്തിട്ടുണ്ട് ഗൈസ്. നമ്മൾ ഇതെടുത്തപ്പോൾ അവൻ ബോ എടുത്തു ഗൈസ്. ചെയിൻസ് എടുക്കാം.
നമ്മളവനെ പിറ്റി കേട്ടിട്ട് ഇങ്ങനെ വെച്ച് അരഞ്ഞവനെ. നമ്മൾ രണ്ടുപേരെ ഡ്യുവൽ ഇരിക്കുകയും ഡ്യുവൽ ചെയ്യും. അവൻ ഇതുവഴി വരും. അയ്യോ കാണുന്നില്ല ഒന്നും. അയ്യോ അത് തെറ്റിപ്പോയി. നമുക്ക് 5 കിട്ടി ഗൈസ്. നമ്മളവനെ ബ്രെഡ് ആക്കിയിട്ടുണ്ട് ഗൈസ്. നമ്മൾ അവനായിരുന്നു സ്പ്രെഡ് ആക്കി. ഇപ്പം അങ്ങോട്ട് ഓടിപ്പോയി. അവനായിരുന്നു നല്ല ഗൈസ്. ഇവനായിരുന്നു. ഇനിയിപ്പോൾ എന്തോ പറഞ്ഞു ഗൈസ്. ചെയിൻസോ എന്നാണ് ഗൈസ് ഉദ്ദേശിച്ചത്. ചായ്സോ. നമ്മുടെ രണ്ടാമത്തെ ആളെയാണ് ഗൈസ് നമ്മളത് ചെയ്യാൻ പോകുന്നത്. സാമിയൊക്കെ റൈവൽസ് കളിക്കുന്നുണ്ടോ? നമുക്ക് ഇപ്പോഴാണ് ഗൈസ് അറിയുന്നത്. സാമി റൈവൽസ് കളിക്കുന്നു. അപ്പോൾ ആരെങ്കിലും ഡ്യുവൽ ചെയ്യാം. ഇതിങ്ങനെ ഇത് കാണിക്കുന്നത് ഇഷ്ടമില്ല. ഇങ്ങനെ ഇത് കാണിക്കുന്നത്. ഇൻവൈറ്റ് നെക്കിയാൽ എൻ്റെ അടുത്ത് ഇൻവൈറ്റ് ഉണ്ട്. പിന്നെ എന്താ പിന്നെയും കാണിക്കുന്നത്. ആരെങ്കിലും വരട്ടെ. ആരും വരുന്നില്ലല്ലോ. നമ്മുടെ ബാക്ക് പാക്കിൽ എന്തോ കിട്ടിയല്ലോ. നമ്മുടെ ചെയിൻസോയ്ക്ക് ഇത് നമുക്ക് അവനൊക്കെ പൊട്ടിക്കണം. നമുക്ക് അവനെ എങ്ങനെയും പൊട്ടിക്കണം. വടമുണ്ട്. ഈ 190 വേണ്ട. അത് വേണ്ട. അത് വലിയ നമുക്ക് ഇവിടെ നിൽക്കാം. 52 വരട്ടെ. 52 വേണ്ടി ഞാൻ കാത്തിരിക്കുന്നത്. ഇത് വരുന്നില്ലല്ലോ. വാടാ. നമുക്ക് ചെയിൻസോ എവിടെ? ചെയിൻസോ ചാർമ്. നമുക്കൊരു പിന്നെ പൂവിൻ്റെ ആണ് നമുക്ക് കിട്ടിയേക്കുന്നത്. ഇല്ല നാളെ വേറെ ആൾക്കാരില്ല. അവൻ്റെ കൂടെ ഇല്ല. അവൻ ഭയങ്കര പോയാണ്. ഇവനാരാ? ഇവൻ അത്ര ലെവലാണ്. 108 ലെവൽ വേണ്ട. ഇല്ല 112 ഒന്നും വേണ്ട. ചെറിയ ലെവലുള്ള രണ്ടാമത്തെ ആളാണ്. ചെറിയ ലെവലുള്ള 112 വരുവാണെങ്കിൽ ഞാൻ എപ്പോഴേ ഡെഡ് ആവും. ഈ സാധനം വരുന്നില്ലല്ലോ. 78 ലെവലിൽ ഇതാരാ? നമുക്ക് അവൻ്റെ കൂടെ കളിച്ചാൽ മതിയായിരുന്നു. ഇതാരേ? ഒരു 51 ലെവലുണ്ട്. അവൻ എന്തായി ഇങ്ങോട്ട് വരാം. 56 ലെവലാണ് കിട്ടി. 30 മിനിറ്റേക്കോ? 30 മിനിറ്റേക്ക് നമ്മൾ എന്തായാലും ഡെഡായി. ക്രോസ് റോഡ്സ് പക്ഷേ എൻ്റെ ക്രോസ് ബോ ഇല്ലേ? ക്രോസ് ബോ വെച്ച് നമുക്ക് അവനെ കൊല്ലാം. അയ്യോ ഫ്ലെയർ ഗണ്ണാണ് നമ്മൾ അറിയാതെ എടുത്തത്. ഫ്ലെയർ ഗണ്ണാണ് അറിയാതെ എടുത്തത്. പക്ഷെ അവൻ്റെ സ്നൈപ്പറാണ് ഇരിക്കുന്നത്. സൈത്തോ സ്നൈപ്പറൊക്കെ ഇരിക്കുന്നത്. ചുമ്മാ അല്ല ഇത്രയും മിൻസ്ട്രീക്ക് ഉള്ളത്. പക്ക പ്ലെയറാണ്. നമുക്ക് ഇതുവഴി പോയാൽ അടിക്കാം. എവിടെ ഒളിച്ച് നിൽക്കുകയാണെന്ന് തോന്നുന്നു. നമ്മൾ അണ്ടർഗ്രൗണ്ടിൽ പോയി. എവിടെ ഇവിടെ താണ്ടേ. എന്ത് ചോദിച്ചോ? സെറ്റ് പ്ലെയറാണ്. ഒന്നിച്ച് തീർന്നു. ഒരടി കൊടുക്കുമായിരുന്നു അവൻ തീർന്നേനെ. 2 മുട്ട. നമുക്ക് ഇതെടുക്കാം. നമ്മൾ ഫ്ലെയർ ഗൺ ഉപയോഗിക്കുന്നില്ല.
സമയപ്പോൾ എവിടുന്ന് ഇവൻ ഭയങ്കര പോപ്പുലറാണ് ഗൈസ്. നമ്മൾ വേറൊരാളെ തപ്പേണ്ട വരും ഗൈസ്. ഇപ്പോൾ തന്നെ വീഡിയോ 10 മിനിറ്റായി. അപ്പുറത്താണ് ഗൈസ്. അപ്പോൾ മണ്ടക്കോട്ട് വരും ഗൈസ്. നമ്മൾ തോറ്റ് ഗൈസ്, എന്തായാലും തോറ്റ് ഗൈസ്, തോറ്റ്. നമുക്ക് ക്രോസ് ബോ മാറ്റാം ഗൈസ്. നമ്മുടെ AR എടുത്തിട്ടുണ്ട്. AR എന്ന് വെച്ചാൽ അസോൾട്ട് റൈഫിൾ. അതിന് മണ്ടക്കോട്ട് വരും. അവൻ എന്ത് ചെയ്യും എവിടെയാണ് വീട്ടിൽ വെക്കുന്നത്? നമ്മൾ ഡെഡായി. നമ്മൾ ഡെഡായിട്ടുണ്ട്. നമുക്ക് വേറെ ചെറിയ ആളെ പിടിക്കും ഗൈസ്. നമുക്ക് പറ്റിയതല്ല ഗൈസ്. അവനിപ്പോൾ നമ്മൾ 31 മിനിറ്റ്സേക്ക് ആക്കി കൊടുത്തിട്ടുണ്ട്. ഇപ്പം നമുക്കങ്ങ് ഇപ്പുറത്ത് വെക്കാം. ഇപ്പുറത്ത് വെച്ചാൽ വരുവാണെങ്കിൽ നമുക്ക് 2v2 കളിക്കാം ഗൈസ്. എൻ്റെ ടീം എൻ്റെ ടീം 197 ഗൈസ്. നമുക്ക് അരേന മതി. അരേന ഗൈസ്. ഗൈസ് നമുക്ക് 75% അരേനയാണ്. അപ്പോൾ എന്തായാലും അരേന. ഇത്ര ചെറിയ അരേന എങ്ങനെ കളിക്കും പ്ലെയർ കണ്ട്? എനിക്ക് ഏറ്റവും ഇഷ്ടമാണ് ഗൈസ്. നമുക്ക് ആ സൈഡിലോട്ട് ഗൈസ് നമുക്ക് പോയി പൊളിച്ചിരിക്കാം. അങ്ങനെ ഇരിക്കാം. എന്നിട്ട് നമ്മളിങ്ങനെ എയിം പിടിക്കണം. നമ്മുടെ ടീം ഒരിക്കലും കൊന്നു ഗൈസ് ഓൾറെഡി. നമ്മളൊന്നും ചെയ്യണ്ട ഗൈസ്. നമ്മുടെ ടീം എല്ലാം ചെയ്തോളും ഗൈസ്. ഇതും കൂട്ടുമല്ലോ അല്ലേ? കൂട്ടണം. കാരണം ഈ ലോകത്തിലെല്ലാം വലിയ അവന്മാരാണ് ഗൈസ്. നമുക്കൊന്നും താങ്ങത്തില്ല. നമ്മൾ തീരുമാനം ഗൈസ്. ഇപ്പം തീരുമാനം. നൈഫ് അതെങ്ങനെ? നമ്മുടെ ടീം സെറ്റാണ് ഗൈസ്. നമ്മുടെ ടീം അടിപൊളിയാണ്. 2 മുട്ടയാണ് ഗൈസ്. ഇവ സീനാണ് കേട്ടോ. വരട്ടെ. അല്ല നമ്മളതിനെ ആക്കിയിട്ടുണ്ട്. നമ്മളതിനെ ഡെഡാക്കിയിട്ടുണ്ട്. ഇനി അടുത്ത് നമുക്ക് അവനെ പോയി ഹെൽപ്പ് ചെയ്യാം. അസിസ്റ്റ് പ്രോ ഗെയിമർ. അവൻ കൊന്നു. നമ്മൾ 2 പേരോടാണ് അവനെ കൊന്നത്. ഫ്രീ ഫയറിൽ കുമ്മണ്ണി പറയുന്ന പോലെ. അതവിടുന്ന എവിടെ നിന്നൊക്കെ അടി കിട്ടുന്നു. നമ്മുടെ ഡൈസ് അയ്യോ ഈ റൗണ്ട് ലോസ്റ്റ് ആയി. കുഴപ്പമില്ല ഗൈസ്. നമുക്ക് 3 ഉണ്ടല്ലോ. ഈ ക്രോസ് ബോ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഗൈസ്. നമ്മൾ ആദ്യം മേടിക്കേണ്ടായിരുന്നു ക്രോസ് ബോയ്. സ്നൈപ്പറും അടിപൊളിയാണ്. അത് വേണ്ടായിരുന്നു. റൗണ്ട് പോണ്. ഇവ സീനാണ്. നമുക്ക് അവനെ ഫ്രണ്ടാക്കാൻ പറ്റില്ല. ഈ തൊപ്പി വെച്ച് നോക്കി വെക്കണം. ഒറിജിനൽ ഡെഡായി. ഞാൻ വിചാരിച്ചവൻ ഡെഡായി കാണിക്കുന്നു. ഡെഡായി എപ്പോഴും ഡെഡായി. നമ്മൾ ജയിച്ചു. എന്താ പാസ് ഉണ്ടല്ലോ പൈസ. വെപ്പണിന് കിട്ടി ഈ ചെയിൻ ഷോയ്ക്ക്. പക്ഷെ എനിക്കിതാണ് ഗൈസ് ഇഷ്ടം. അത് അടിപൊളിയല്ലേ ഗൈസ്. നമുക്ക് അവനെ ഒന്ന് ഫ്രണ്ടാക്കാം. സോ തൊപ്പിത്തലേ ശിവനാണ്. ഇവനല്ല എന്ത് ഗൈസ്. അതെ ഗൈസ് ചിക്കൻ ഷവർമ.
ഷവർമ ചിക്കൻ ചിക്കൻ ഷവർമ ഇതാരും നമ്മുടെ ടീം ഇവനല്ലായിരുന്നു അവൻ ലീവ് അടിച്ചാൽ തോന്നുന്നു. നമ്മുടെ കൂട്ടുകാരൻ വന്നു നമ്മുടെ കൂട്ടുകാരൻ വന്നു നമുക്ക് ഈ വീഡിയോ എന്തായാലും ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. ഇതിപ്പോഴേ ലോങ് ആയി. നമുക്ക് നമുക്കിപ്പോൾ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. നമുക്ക് അടുത്ത പാർട്ട് 3 അവൻ്റെ കൂടെ കളിക്കുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും